ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് റംസാനിൽ നന്നായിട്ട് ഓടാറുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു 1-2 ടീസ്പൂണ് എണ്ണ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴക്കാൻ പാകത്തിന് ഒരു ഓൾമോസ്റ്റ് 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. അതുപോലെ 1/2 കപ്പ് ക്യാപ്സിക്കം അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ 1/2 കപ്പ് ക്യാരറ്റ്, 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1-2 പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് ചിക്കന് വേവിച്ച് ഷ്രെഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം മയോനൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, എല്ലാ കാര്യങ്ങളുമായി ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഈ ഒരു മാവ് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ സാധാരണ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അത്യാവശ്യം തിന്നായിട്ട്. ഇനി നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഗ്ലാസ്സോ അല്ലെങ്കിൽ അടപ്പോ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എത്ര വലിയ സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഗ്ലാസിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇതിൻ്റെ അറ്റത്തൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡിസൈൻ വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഗ്ലാസ് ഒന്ന് പിടിച്ച് വെക്കുക, അല്ലെങ്കിൽ അത് ചരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു നമ്മൾ ചെയ്ത ഒരു പൂരി ഇളകി വന്നാൽ അതിൻ്റെ ഉൾഭാഗം കൂടി പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഗ്ലാസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ അകംഭാഗം കൂടി വെന്ത് വന്നോളും. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് ചൂടായ എണ്ണയൊക്കെ കുറച്ചൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറുതായിട്ട് മുരിഞ്ഞൊക്കെ വരും അകംഭാഗം കൂടി. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് പാകത്തിന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ചുട്ടെടുത്താൽ മതി. നമുക്ക് കുറേ ഒന്നിച്ച് ചുട്ടെടുക്കാൻ പറ്റില്ല കേട്ടോ. 2-3 ഗ്ലാസ്സൊക്കെ ഇതുപോലെ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉൾഭാഗം പൊങ്ങി വന്നാൽ കുഴപ്പമില്ല കേട്ടോ. നമ്മളത് നന്നായിട്ട് മൊരിയിച്ചെടുത്ത ശേഷം പിന്നീട് നമുക്കത് പൊട്ടിച്ചെടുത്താൽ മതി. നമ്മൾ പാനിപ്പൂരിയുടെ ആ ഒരു പൂരിയൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാം കേട്ടോ. പൊങ്ങി വന്നാലും കുഴപ്പമില്ല.
അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഇതുപോലെ ഈ ഒരു പൂരിക്കകത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്ത് സെർവ് ചെയ്താൽ മാത്രം മതി. പിന്നെ അതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ വേണമെങ്കിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സംഭവം നല്ല അടിപൊളി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്